നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് പിൻവീൽ സമോസയുടെ റെസിപ്പിയാണ്. സാധാരണ സമോസയിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമ്മളിത് ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പൊതുവേ ഇത് നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കുള്ള ഡോ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണുള്ളത്. ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് ക്രിസ്പി ആവാനായിട്ട് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അയമോദകം ചേർക്കുന്നുണ്ട്. അയമോദകം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർക്കേണ്ടവർക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യ് ഉള്ളത് കൊണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് 2 ടീസ്പൂൺ. നിങ്ങൾക്ക് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി, ഏത് തരം ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഡോ കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം വേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിന് കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കണം. അപ്പോൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒരു 10-15 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ചേർക്കണേ. കുറച്ച് ജീരകം ഇടുന്നുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസാണ്. ഗ്രീൻ ബീൻസ് ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പച്ച ഗ്രീൻ പീസാണ് ചേർത്തത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉണക്കയാണെങ്കിൽ വെള്ളത്തിലിട്ട് സാധാരണ മാതിരി തന്നെ 8 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് വേണ്ടി വരും ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് ചേർക്കാനായിട്ട് 3 ഉരുളൻകിഴങ്ങ്, മീഡിയം സൈസുള്ള ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ അത് ഞാൻ പുഴുങ്ങി എടുത്ത് വെച്ചതാണ്. ഇത് നന്നായിട്ട് ഉടച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നിങ്ങൾക്ക് ഏതൊക്കെ മസാല വേണോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഉരുളൻകിഴങ്ങ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉരുളൻകിഴങ്ങ് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്താൽ നല്ലതാണ്. സ്പൂൺ വെച്ചിട്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മാവിലേക്കുള്ള ഉപ്പ് വേറെ ചേർത്തിരുന്നു. അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പറ്റുകയാണെങ്കിൽ ഈ ഗ്രീൻ പീസ് ഇതുപോലെ കയ്യിൽ കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്താൽ നല്ലതാണ്. ഇത് ഫില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാത്തിരി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫില്ലിങ് ചൂടാറുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് ഇതിൽ മുക്കിയിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിലേക്കൊന്ന് മുക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ആ ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഞാൻ 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ലൂസായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതെടുത്ത് വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇതിൽ നിന്ന് ആദ്യം
പകുതി മാത്രമാണ് ഞാൻ എടുക്കണേ പരത്താനായിട്ട്. പകുതി എടുത്ത് പരത്തിയെടുക്കാം. നന്നായിട്ടൊന്ന് തിന്നാക്കി ചപ്പാത്തിക്കൊന്ന് പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം തിന്നാക്കിയിട്ടാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കണം. എല്ലായിടത്തും ഫില്ലിങ് ചേർക്കണം. ഫില്ലിങ് ചേർത്ത് ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്ന് പ്രസ് ചെയ്ത് ആക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് പതുക്കെ എല്ലാ സൈഡിൽ നിന്നും എടുത്ത് ഒന്ന് മടക്കിയെടുക്കണം. പതുക്കെ റോൾ ചെയ്ത് കൊണ്ടുപോകാം. ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് പതുക്കെ നമുക്ക് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം തിക്കായിട്ട് കട്ട് ചെയ്തെടുക്കാം. പതുക്കെ ഇത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എല്ലാം പുറത്തേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ ഒരു സെറ്റ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി മാവുണ്ട്, അതും ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 25-ൻ്റെ 30-ൻ്റെ ഇടയിൽ സമോസകൾ നമുക്ക് കിട്ടും. അധികം തിന്നാക്കിയാൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഒരുവിധം മീഡിയം തിക്നെസ്സിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നവർക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ആയിട്ട് നന്നായിട്ട് എണ്ണ ഒഴിച്ച് അങ്ങനെയും വറുത്തെടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സാണ്. ഇതിലേക്ക് നമ്മൾ ഓരോ സമോസയായിട്ട് മുക്കിയിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇതുപോലെ എടുക്കുക, ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക. അതിനൊരു കോട്ടിങ് വേണമെന്നേ ഉള്ളൂ, കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് പുറത്തേക്ക് പോകും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണേ. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം വറുത്തെടുക്കാം. ഇതിൽ മുക്കിയതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പതുക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മറിച്ചിടാം. പതുക്കെ എടുത്ത് മറിച്ചിടാം. കുക്കായി വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ നന്നായി ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിൻവീൽ സമോസ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് സോസ് കൂട്ടിയിട്ടൊക്കെ കഴിക്കാം, വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.